വാട്ട്സ്ആപ്പ് ഗൈസ്, ശ്രീ ഹിയർ. പുതിയതായിട്ട് ആ ചാനലിലെങ്കിൽ വെൽക്കം ടു ശ്രീ വിഘ്നേഷോട് M4. നമ്മുടെ മെയിൻ ചാനൽ സൈഡ് ചാനലാണ്. നമ്മൾ ബുക്സ് റിവ്യൂസ്, അതേപോലെ പെർഫ്യൂം റിവ്യൂസ്, വാച്ച് റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന. ബട്ട് യു ഗൈസ് ആർ ഹിയർ ഫോർ ദിസ്. ദിസ് ഇസ് മോഡൽസ് ബൈ മാർക്ക് മാൻസൺ. ഞാൻ ഈ ബുക്ക് എടുത്ത് വായിക്കുന്നത് വരെ വളരെ തെറ്റിദ്ധരിച്ചൊരു ബുക്കായത്. ആക്ച്വലി റിയലി ഗുഡ്. എനിക്ക് തോന്നുന്ന മോഡേൺ ഡേ ഡേറ്റിംഗ് ലൈഫിനകത്ത് എല്ലാ ആണുങ്ങളും വായിച്ചിരിക്കേണ്ട സാധനമാണ്. എൻ്റെ പെർസ്പെക്റ്റീവ് അബൌട്ട് അങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് അല്ല, ഒരു ന്യൂ പെർസ്പെക്റ്റീവ് ആഡ് ഓൺ ചെയ്ത് വന്നു. സി ഗൈസ്, ഇത് നമ്മുടെ 48 Laws of Power, ദി ആർട്ട് ഓഫ് സെഡക്ഷൻ്റെ ഒക്കെ കണക്ക് സ്ട്രാറ്റജീസോ അങ്ങനത്തെ സംഭവങ്ങളോ ഇല്ല. ദിസ് ഇസ് ആക്ച്വലി എ സെൽഫ് ഹെൽപ്പ് ബുക്ക്. ഇത് നിങ്ങൾ ശരിക്കും ഇതിനകത്ത് ഒരു സ്ട്രാറ്റജിയും പറയുന്നില്ല, ഒരു ചക്കയും പറഞ്ഞു തരുന്നില്ല. ഇതിനകത്ത് പറയുന്നത് അത്രേ ഉള്ളൂ, നിങ്ങൾക്ക് നല്ല പെണ്ണുങ്ങളെ കിട്ടണമെങ്കിൽ, അല്ലെ ഓണസ്റ്റായിട്ട് കിടിലും വൈഫീസിനെയൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ലൊരു മനുഷ്യനായിട്ടിരിക്കണം. യു ഓൺലി അട്രാക്ട് ഹൈ വാല്യൂ വിമൻ ഇഫ് യു ബിക്കം എ ഹൈ വാല്യൂ മാൻ. ആൻഡ് അത് പുള്ളി ഒരുപാട് കേസ് സ്റ്റഡീസും സ്റ്റോറീസും ഒക്കെ വെച്ചാൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കോളേജിൽ ഭയങ്കര മെയിനായിട്ട് നിന്നു, കോളേജ് ആയിരുന്നു നിങ്ങളുടെ ഹൈ കിങ്ഡം, പക്ഷേ അവിടുന്ന് പെട്ടെന്ന് ചാടി ജോലിയിലൊക്കെ കയറിയപ്പം നിങ്ങളുടെ സോഷ്യൽ സർക്കിൾ കുറഞ്ഞു, അങ്ങനെയൊക്കെ കുറയുമ്പം ഒരു വിമൻസ് പെർസ്പെക്റ്റീവിലുള്ള തിങ്കിങ് എങ്ങനെ വരുമ്പോൾ അവൻ അപ്പം കിട്ടില്ലായിരുന്നു, ഇപ്പോൾ അവൻ ഒതുങ്ങി, അതുകൊണ്ട് മേ ബി ഐ ക്യാൻ ഗെറ്റ് ബെറ്റർ പ്രോസ്പെക്ട്. ഞാനൊരു എന്താ പറയണ, ആ ഒരു ബാഡ് പെർസ്പെക്റ്റീവിലല്ല പറയുന്നത്. ഒരു ആണിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് മാത്രമേ എപ്പോഴും ആണുങ്ങൾ ചിന്തിക്കുന്നത്, പക്ഷേ ഒരു പെണ്ണിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മളെ എങ്ങനെ കണ്ടാൽ അവർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയാം. സോ ഇതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. നീഡിനെസ് ഓഫ് എ മാൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു നീഡി മാൻ എപ്പോഴും ഒരു നീഡി വിമനെ കിട്ടും. സി ഗൈസ്, അത് എത്ര സത്യമാണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ചാപ്റ്റേഴ്സൊക്കെ വായിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് നീഡി ആയിട്ടൊരാളാണ്, നിങ്ങൾക്കൊരു ഫീമെയിൽ കമ്പനി ഇല്ലാതെ പറ്റത്തില്ല. അങ്ങനെയുള്ളവർ നാച്ചുറലി വിൽ അട്രാക്ട് ഫീമെയിൽ കമ്പനീസ് വിത്ത് ഹൈ നീഡി വിമൻ. അങ്ങനെയുള്ള സംഭവം എന്ന് വെച്ചാൽ ഇനീഷ്യലി രണ്ടുപേരും ഭയങ്കര സ്പാർക്ക് കെമിസ്ട്രിയൊക്കെ ആണെങ്കിലും അവരുടെ അണ്ടർലൈങ് കൺസ്ട്രക്ഷൻ ഓഫ് എ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഫ്രജൈൽ ആൻഡ് ബ്രേക്കബിൾ ആയിരിക്കും. അങ്ങനത്തെ ഒരുപാട് സൈക്കോളജിയും അങ്ങനത്തെ ഒരുപാട് റിലേഷൻഷിപ്പ് കേസ് സ്റ്റഡീസ് ഒക്കെ വെച്ചിട്ടാണ് മാർക്ക് മാൻസൺ ഈ ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ മാർക്ക് മാൻസനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, ഹീ ഈസ് എ വെരി വെൽ നോൺ ഓതർ. പുള്ളിയുടെ സട്ടിൽ ആർട്ട് ഓഫ് നോട്ട് ഗിവിങ് എ FUCK നൈസ് ബുക്കാണ്. പുള്ളിക്കാരൻ അനാവശ്യമായ കാര്യങ്ങളിൽ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സിന് നിങ്ങൾ സ്ട്രെസ് അടിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലാതെ അവിടെ എങ്ങനെ പെർഫോം ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ബുക്കായിരുന്നു. ഐ റിയലി ലവ്ഡ് ഇറ്റ്. അതേപോലത്തെ ഒരു സാധനമാണ് ഈ ഒരു ബുക്ക്. ഇതിൻ്റെ വൊക്കാബുലറി, ഇതിൻ്റെ റീഡബിലിറ്റീനെയൊക്കെ വെച്ച് നോക്കി ഹീ ഈസ് എൻ അമേരിക്കൻ ഓതർ. അതുകൊണ്ട് നിങ്ങൾക്ക് കടികട്ടിയായിട്ടുള്ള ഇംഗ്ലീഷ് വാക്കോ ഫ്രൈസസോ ഒന്നുമില്ല. ഒരു അത്യാവശ്യം ഇംഗ്ലീഷ് നോളജുള്ള എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു ഈസി ബുക്കാണ്. പിന്നെ ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബുക്ക് വായിക്കുമ്പം ഒരുപാട് ലാഗ് ഒന്നുമില്ല. ഇഫ് യു ലൈക്ക് ടു റീഡ് കേസ് സ്റ്റഡീസ്, സ്റ്റോറീസ്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ട്, ഒരുപാട് ലാഗ് ഒന്നുമില്ല. നല്ലോണം വായിച്ച് പോകാൻ പറ്റുന്നൊരു ബുക്കാണ്. ആൻഡ് ഇതിനകത്ത് ചാപ്റ്റർ വൈസാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് ചാപ്റ്റേഴ്സിനകത്തും ഓരോ എന്താ പറയണ, ഓരോ പെർസ്പെക്റ്റീവ് അല്ലെ ഓരോ കേസ് സ്റ്റഡീസാണ്. പക്ഷേ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഞാനൊരു സംഭവം പറയാം. ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് എക്സാമ്പിൾ ബേസ്ഡ് ആണ് കേട്ടോ ഒരുപാട്, അല്ലേ? അത് എനിക്ക് പറയാൻ തോന്നുന്നത് ഒരു ഭയങ്കര സൈക്കോളജി സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. നിങ്ങൾ എത്ര ആണുങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് എത്ര പേര് റിലേഷനിൽ കയറുമ്പം ഞാൻ എങ്ങനെ അവളെ ഹാപ്പിയാക്കും, ഞാൻ എങ്ങനെ, മെൻ ആർ ഇന്നറ്റ്ലി ഗിവേഴ്സ്. അതിന് ഓവറായിട്ട് നമ്മൾ ഗിവ് ചെയ്ത് ദേ വിൽ ടേക്ക് അസ് ഫോർ ഗ്രാൻറ്റഡ്. പക്ഷേ ചില സമയങ്ങളിൽ യു ഹാവ് ടു പുൾ ദ സ്ട്രിങ് ബാക്ക്. നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് ഓഫ് എ റിലേഷൻഷിപ്പ് ഹൈ ആക്കി വെക്ക് എന്നൊക്കെയാണ് പയ്യൻ നൈസായിട്ട് പറയുന്നത്. കാരണം എത്ര ആണുങ്ങൾ ചിന്തിച്ചിട്ട് ഈസ് ഷീ മേക്കിംഗ് മീ ഹാപ്പി. ഇപ്പം നമ്മളൊരു ചിക്കുമായിട്ടൊരു ഡേറ്റിന് പോകുമ്പോൾ എത്ര ആണുങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അവൾ എന്നെ ഇമ്പ്രസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ നേരെ ഇന്നേറ്റ്ലി തിരിച്ച് വി ജസ്റ്റ് വോണ്ട് ടു വിൻ ആൻഡ് വിൻ. ആ പുള്ളിക്കാരിയെ കൺവിൻസ് ചെയ്യണം, പുള്ളിക്കാരിയെ അട്രാക്റ്റഡ് ആക്കണം. അങ്ങനത്തെ ഒരു എന്താ പറയണ, ആ ഒരു ഫോഴ്സ്ഫുള്ളി നാരോ പാത്തിലൂടെ അല്ലാതെ ജസ്റ്റ് തിങ്ക് ഇൻ എ ബ്രോഡർ ആസ്പെക്ട്. ഈസ് ഷീ എ ഗുഡ് കണ്ടന്റർ, അല്ലെ ഈസ് ഷീ
നല്ല കമ്പാറ്റബിലിറ്റി ഉള്ള ഒരാളാണോ, ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്തൊക്കെ എഫേർട്ട് ഇടുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനേറ്റ്ലി ചില സമയങ്ങളിൽ ആസ് എ മാൻ യു ഹാവ് ടു സ്റ്റാൻഡ് ബാക്ക് ആൻഡ് ഒബ്സർവ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ചാപ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ബുക്കിനകത്ത് പറയാനുള്ളത്. ആൻഡ് ഡു ഐ റെക്കമെൻഡ് ദിസ് ബുക്ക് എന്ന് വെച്ചാൽ അബ്സല്യൂട്ട്ലി ഐ ഡു റെക്കമെൻഡ് ദിസ് ബുക്ക്. ഇത് എല്ലാ ടൈപ്പ് ഓഫ് റീഡേഴ്സിനും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ടീൻസിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആയിക്കോട്ടെ, അഡൽഹുഡിലേക്ക് കയറുന്നവരായിക്കോട്ടെ, എൻ്റെ പ്രായമുള്ളവർക്കൊക്കെ എസ്പെഷ്യലി ഐ വിൽ റെക്കമെൻഡ് ദിസ് ബുക്ക്. കാരണം ഡേറ്റിംഗ് ലൈഫ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നമുക്കിപ്പം ഒരുപാട് ഓൺലൈൻ മീഡിയ ഇൻഫ്ലുവൻസസ്, മാച്ചോ മെൻ അങ്ങനത്തെ സാധനങ്ങൾക്ക് ഇടയിൽ അതൊന്നും കൊള്ളത്തില്ല എന്നല്ല പറയാം, അതിൻ്റെയൊക്കെ ഇടയിൽ ഇതുപോലത്തെ പെർസ്പെക്റ്റീവ് വായിച്ചാൽ അത്യാവശ്യം നല്ലതായിരിക്കും. ഇതൊരു ഫീമെയിൽസിനെ ബാഡാക്കി പറയുന്ന, അവരെ ഒരു ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നൊരു ബുക്കല്ല, ഇതൊരു സെൽഫ് ഹെൽപ്പ് ബുക്കാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ആസ് എ മാൻ നിങ്ങൾ ഒരു ജെന്യുവിൻ വൈഫിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ വാട്ട് ആർ ദ തിങ്സ് യു ഷുഡ് ബിൽഡ്. ഇതിനകത്ത് മറ്റേ സെയിം പ്രൊവേർബ് ബിൽഡ് എ ഗാർഡൻ ദെൻ യു വിൽ അട്രാക്ട് ബട്ടർഫ്ലൈസ്, അത് ഇതിനകത്തില്ല, പക്ഷേ അതുപോലത്തെ ഒരു സാധനമാണ് ഈ ബുക്കിനകത്ത് പറയുന്നത്. സോ ഗൈസ്, മോഡൽസ് ബൈ മാർക്ക് മാൻസൺ, ഐ ഹൈലി ഡു റെക്കമെൻഡ് ഇറ്റ്. It's your boy Sri here. സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ബുക്ക് റിവ്യൂസ്, പെർഫ്യൂം റിവ്യൂസ്, നമുക്ക് പറ്റുമെങ്കിൽ സിനിമയും കൂടെ പിടിച്ചല്ലോ, എന്ത് പറയുന്നത്?